കുട്ടിയെങ്കിൽ 9:30 തന്നെ വന്നിട്ടുണ്ടാവും ഷോപ്പിൽ, ഭയങ്കരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവനെ ഏൽപ്പിക്കപ്പെട്ട വർക്ക് ആയിരുന്നില്ല അത്. കാരണം ഈവനൊരു സാധുവായിരിക്കും, മറ്റൊരാൾ ലീവാണ്, അപ്പോൾ അവിടെ കയറി അവൻ നിന്ന് കൊടുക്കും. നമ്മൾ ഹയർ ചെയ്യുമ്പോഴേ പലപ്പോഴും തെറ്റുപറ്റുന്ന ഒരു കാര്യമാണത്. അതായത് ഒരാളെ ഹയർ ചെയ്യുമ്പോൾ ലെറ്റ്സ് സേ അയാളെ അക്കൗണ്ട്സിൽ ഹയർ ചെയ്തു, അക്കൗണ്ട്സിൽ അയാൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പറയുമ്പോൾ അയാൾ അടുത്ത ഡിപ്പാർട്ട്മെന്റ് അവിടെ നല്ല ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അടുത്ത് നമ്മൾ അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യും. അവിടെ പ്രധാന കാര്യമാണ് അവിടെ നമ്മൾ ആ ചെയറിനുള്ള ആളെ അല്ല ഹയർ ചെയ്യുന്നത് എന്നുള്ളതാണ് വാസ്തവം. ആ വ്യക്തിയാണ് ഹയർ ചെയ്യുന്നത്. അതെ, തെറ്റാണത്. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഏതായാലും കഴിയുന്നില്ല, അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി അവൻ സ്റ്റിക്കർ എങ്കിലും ഒട്ടിക്കട്ടെ, അല്ലെങ്കിൽ ബാർകോഡ് ഒട്ടിക്കട്ടെ. ചിലപ്പോൾ ശരിയാവും, പക്ഷേ അവിടെ അത് ശരിയായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളുടെ ഹയറിങ് ശരിയല്ല. അതാണ്, അയാളെ ഹയർ ചെയ്യേണ്ട ആ പൊസിഷനായിരുന്നു, ഈ പൊസിഷനായിരുന്നില്ല. അതെ, മനസ്സിലായി? ഇതാണ് മിസ്മാച്ച് ആണത്. അതെ അതെ. അപ്പം അയാളെ ആ ഡിപ്പാർട്ട്മെന്റ്, ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് പരസ്പരം മാറ്റി മാറ്റി നോക്കണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന, അങ്ങനെയാണെങ്കിൽ അയാൾ എടുത്തിരുന്ന ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റിൽ അയാൾ സ്യൂട്ടബിൾ അല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഹയറിംഗ് പ്രോസസ്സിൽ എന്തൊക്കെ തെറ്റുകൾ എൻ്റെ അടുത്ത് ഈ തെറ്റിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഓർമ്മ വന്നതും ഇതിൽ ആഡ് ചെയ്യണമെന്ന് തോന്നിയത്, ഈ ഹയറിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കയറി ഉണ്ടാവും. കാരണം ചിലപ്പോൾ നമുക്ക് ആ ഹയറിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു ഭയങ്കര പെർഫോമൻസും, നമ്മൾ വിസ എടുക്കുന്നവരൊക്കെ ഭയങ്കര പെർഫോമൻസൊക്കെ കാണിക്കുന്ന ആളുകൾ വിസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ബാക്കിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എന്നോട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾ നിരന്തരം അവരുടെ KPI പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഇയാൾ ഈ പൊസിഷനിൽ പെർഫോമൻസ് ചെയ്യുന്നില്ല, ഒരു മാസം നോക്കാം, രണ്ടാമത്തെ മാസം നമ്മൾ ഇത്ര 8,000 ദിർഹംസിന് വേണ്ടി ചിലവഴിച്ചതല്ലേ, ഇനി എന്താ ചെയ്യുക, അവനവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് നിർത്താറുണ്ട്. കോമൺ മിസ്റ്റേക്സിലാണ് അങ്ങനെ ഒന്നും ആലോചിക്കണ്ട എന്നാണ് അവൻ പറഞ്ഞത്. നിങ്ങൾക്ക് ലാഭകരമല്ല, അവൻ പെർഫോമൻസ് ചെയ്യുന്നില്ല, അവൻ കൊണ്ടുവരുന്നില്ല, ഉടനെ അവിടെ നിന്ന് ആളെ മാറ്റി പകരം ഒരാളവിടെ വെക്കണം. സാധാരണഗതിയിൽ ഈ ബിസിനസ്സുകാരൊക്കെ ചെയ്യാറ് വലിയൊരു ഇൻവെസ്റ്റ് ചെയ്തു. എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഇവൻ അവിടുന്ന് മാറ്റി പുതിയ ഒരാൾ കൊണ്ടുവന്നാൽ ചിലപ്പോൾ 8 പകരം 80 ഉണ്ടാക്കാൻ പറ്റും അവനെ കൊണ്ട്. നമ്മൾ ഇവനെ ഇങ്ങനെ തള്ളുകയാണ് ചെയ്യുക. തള്ളുന്നതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്? നമ്മളെ കുട്ടി സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. കറക്റ്റ് ചെയ്യാം, ചെറിയ തിരുത്തലുകൾ ആവാലോ, അല്ലേ? ഒക്കെ നടക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അയാൾ പെർഫോം ചെയ്തിട്ടില്ല, അയാളെ മാറ്റുക എന്നുള്ളത്. അതൊരു ജനറലിസ്റ്റിക് ആയിട്ടുള്ളൊരു സംസാരമാണ്. അതിനർത്ഥം മാറ്റണം എന്നല്ല. അവിടെ പരിശോധിക്കേണ്ട മറ്റു കാര്യങ്ങളുണ്ട്. നമ്മൾ അയാൾക്ക് കൊടുത്തിരിക്കുന്ന ജോബ് റോൾ അയാൾ മനസ്സിലാക്കിയെന്ന് ശരിയായ രീതിയിലാണോ? വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ അടുത്ത് നിന്ന് എന്താണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് അയാളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതെ, ഇത് ഉറപ്പുവരുത്താതെ അയാളുടെ അടുത്ത് നിന്ന് ഞാൻ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. സെയിൽസ്മാനെ നമ്മൾ കൊണ്ടുവരുന്നു, അവിടെ ഇനി എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ശരിക്കും കൃത്യമാണ് ഏത് സ്റ്റോക്ക് എടുക്കേണ്ടത്, എങ്ങനെയാണ്. കമ്പനിക്ക് സിസ്റ്റം ഉണ്ടാവും, എങ്ങനെ സ്റ്റോക്ക് എടുക്കണം, ആ സ്റ്റോക്ക് എത്ര ദിവസത്തിൽ വിറ്റൊഴിവാക്കണം, എന്നിട്ട് അടുത്ത സ്റ്റോക്ക് എങ്ങനെ കൊണ്ടുവരണം, എങ്ങനെ റീ ഓർഡർ ചെയ്യണം, എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യേണ്ടത്. ഇത് കൃത്യമായിരിക്കുമല്ലോ ഒരു സെയിൽസ്മാൻ. അതെ, അത് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല അനീഫിക്ക, അയാൾ മനസ്സിലാക്കിയെടുക്കുന്നതും കറക്റ്റ് ആണെന്നുള്ള ഉറപ്പുവരുത്തണം എന്നാണ് പറഞ്ഞത്. തന്നെ അദ്ദേഹം മനസ്സിലാക്കിക്കണോ നോക്കണം. അതെ, അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യേണ്ടത്. അതിനാണല്ലോ KPI. അതേ പറഞ്ഞത്. ഈ കാര്യങ്ങൾ എന്നോട് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്. അവരുടെ KPI അവരത് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ബിസിനസ് ഓണേഴ്സ് കരുതിക്കൊണ്ടിരിക്കുന്നത് അവൻ ഇത്ര രൂപ ചെലവഴിച്ചു, ഓൾറെഡി നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞു, ചെയ്തതുകൊണ്ട് മാത്രം അയാളെ മാത്രം പിന്നെ അദ്ദേഹത്തെ നിലനിർത്തുകയാണ്. ഈ ഒരു നഷ്ടം സഹിക്കാൻ ബുദ്ധിയുള്ള ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ, സഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, പകരം നമ്മൾ വെക്കുന്ന ആള് ഇതിനേക്കാൾ ഉണ്ടാക്കി തരും എന്നത് അദ്ദേഹത്തിന്റെ അനുഭവത്തിനാണ് പറയുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മളിൽ 90% പേരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലാണുള്ളത്. ചിലവാക്കിയില്ലേ, അത് എക്സ്പെൻസ് ആവില്ലേ, ഈ ചെറിയ എക്സ്പെൻസ് കണ്ടതിന് ശേഷം വലിയൊരു ലാഭം ഇല്ലാതാക്കുന്നു. കോമൺ മിസ്റ്റേക്കിൽ ഒരു പ്രധാനമായിട്ട് ഇപ്പോൾ തന്നെ പറയണം തോന്നിയതുകൊണ്ട് പറയുന്നു. ശരിയാണത്, വളരെ ശരിയാണത്. കാരണം ആ ഒരു പൊസിഷനിൽ അയാൾ ഇരിക്കുന്നിടത്തോളം അവിടെ കിട്ടേണ്ട ലാഭം നമുക്ക് വരുന്നില്ല. ഈ 8,000-ന്റെ നഷ്ടം ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ആലോചിക്കുന്നത്. അത് മുതലാക്കി എടുക്കണ്ടേ? അതായത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ലെറ്റ്സ് സേ 10,000-ന് ഇൻഷുറൻസ് എടുത്തു, ദൈവമേ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, എൻ്റെ കാശ് പോയല്ലോ എന്ന് പറയുന്ന പോലെ, അല്ലേ? അതാണ്, അപകടം പറ്റാൻ വേണ്ടി ചാടേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഇത് അതുപോലെ തന്നെ നമ്മൾ ചെലവാക്കിയില്ലേ, അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം, അവൻ ഈ 2 കൊല്ലം നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നത് നമ്മൾ നമ്മുടെ സ്വപ്നത്തോടും നമ്മുടെ കുട്ടിയോടും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അതെ,
അത് മനസ്സിലാക്കി ഇത്തരം ചെറിയ നഷ്ടങ്ങളെ നമ്മൾ ഒരു പരിഗണനയും കൊടുക്കാതെ മാറ്റി നിർത്തണം എന്ന് തന്നെയാണ്. നമ്മൾ ഹയർ ചെയ്യുന്ന സ്പീഡിൽ തന്നെ ഫയർ ചെയ്യണം എന്നുള്ളതാണ് രാജീവ് തൽരേജ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ ഒരു പ്രമുഖ സ്പീക്കറാണ്. ഹയർ ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഫയറും ചെയ്യേണ്ടത്. അതെ, ഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഫയർ ചെയ്യണമെന്നല്ല, എഫിഷ്യൻ്റ് അല്ല, നമ്മൾ എക്സ്പെക്ടേഷനിൽ എത്തുന്നില്ലെങ്കിൽ ഫയർ ചെയ്തിരിക്കണം. ഇപ്പോൾ അതിനെ നമ്മളിപ്പോൾ ഹയറിങ്ങിനെ കുറിച്ച് തന്നെ പറയുന്നത്. ഹയറിങ്ങിന് ഞാൻ വേറെ സ്ഥലത്ത് കേട്ടത്, നിങ്ങൾ ഹയർ ചെയ്യുന്ന സമയത്ത് നല്ലോണം ചിന്തിക്കണം. അതായത് ആളെങ്ങനെയാണ്, ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ നോക്കി ഹയർ ചെയ്യുന്ന സമയത്താണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. നിങ്ങൾ അവരെ കട്ട് ചെയ്യുന്ന സമയത്ത് വിത്തിൻ 1 minute കട്ട് ചെയ്യണം എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഇത് കട്ട് ചെയ്യാതിരുന്നാലും ഞാൻ കോൺഫിഡൻ്റ് ആണ് സാർ എന്നൊക്കെ അവർ പറയും. ആയിട്ടില്ലെങ്കിൽ നിന്റെ സാലറിയിൽ നിന്ന് പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സത്യാവസ്ഥ വിളിച്ചു പറയും. കാരണം അവരെ കൊണ്ട് ഇത് പറയിക്കുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള കാഴ്ചപ്പാടാണോ അവരുടെ പേഴ്സണൽ വീക്ക്നെസ് ആണോ? കാരണം അവർ ചിലപ്പോൾ പേഴ്സണലി കണക്റ്റഡ് ആയി. അവർ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇന്ന ആൾക്ക് ഇനി ഇവിടുന്ന്